അൾത്താരമുൻപിൽ ബലിയർപ്പിക്കാൻ വരുവിൻ, വരുവിൻ, വരുവിൻ. അൾത്താരമുൻപിൽ ബലിയർപ്പിക്കാൻ വരുവിൻ. ഒന്നായി നമ്മൾ ഒരു മനസ്സോടെ സ്നേഹപിതാവിനു ബലിയർപ്പിക്കാം. ഒന്നായി നമ്മൾ ഒരു മനസ്സോടെ സ്നേഹപിതാവിനു ബലിയർപ്പിക്കാം. വരുവിൻ, വരുവിൻ. അൾത്താരമുൻപിൽ ബലിയർപ്പിക്കാൻ വരുവിൻ, വരുവിൻ, വരുവിൻ. അൾത്താരമുൻപിൽ ബലിയർപ്പിക്കാൻ വരുവിൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. യേശുക്രിസ്തുവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇന്ന് നാം ക്രിസ്തുവിൻ്റെ പരമപരിശുദ്ധ ശരീരവും രക്തത്തിൻ്റെയും മഹോത്സവം കൊണ്ടാടുകയാണ്. നമുക്കറിയാം, ഇന്നുകളിലെ നമ്മുടെ ജീവിത യാത്ര ദുഷ്കരമാകാതിരിക്കുവാനായി സ്വർഗത്തിൽ നിന്നും നൽകപ്പെട്ടിരിക്കുന്ന ദിവ്യഭോജ്യമാണ് കർത്താവിൻ്റെ ശരീരവും രക്തവും. വിശുദ്ധ കുർബാനയുടെ തിരുനാൾ എന്നും അറിയപ്പെടുന്നു. കാരണം വിശുദ്ധ കുർബാനയിൽ നമുക്ക് നൽകപ്പെടുന്നത് അവിടുത്തെ ശരീരവും രക്തവും തന്നെയാണല്ലോ. ആയതിനാൽ ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് ആഘോഷപരമായിട്ട് അവിടുത്തെ ശരീരവും രക്തവും സ്വീകരിക്കുമാറ് ഈ വിശുദ്ധ ബലി യോഗ്യതയോടുകൂടി അർപ്പിക്കേണ്ടതിന് ചെയ്തു പോയ പാപങ്ങളെ ഓർത്ത് മനസ്തപിക്കുകയും കർത്താവിൻ്റെ കാരുണ്യത്തിനായി കേണപേക്ഷിക്കുകയും ചെയ്യാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യന്യായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നാമെ നിത്യജീവനിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ. ക്രിസ്തുവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു, ദിവ്യമഹിമകൾ പാടുന്നു. അങ്ങേ മഹാമഹിമൈക്കീതാ നന്ദി ചൊല്ലുന്നിവർ താഴ്മയാ. ദൈവമേ കർത്താവ അങ്ങയെ വാഴ്ത്തുന്നു സ്വർലോകരാജനേ.
സർവൈക ശക്തനാം ദൈവമേ, താതനാം അങ്ങയെ വാഴ്ത്തുന്നു. ഏകാത്മജാദേവ സൂനുവേ, കർത്താവ ശ്രീയേശു ക്രിസ്തുവേ. ദൈവമേ കർത്താവ അങ്ങയെ വാഴ്ത്തുന്നു. ദൈവത്തിൻ കുഞ്ഞാടേ, താതനാം ദൈവത്തിൻ സൂനുവേ, അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാപ നിഹന്താവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. ലോകത്തിൻ പാപ നിഹന്താവേ, ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിൻ്റെ പാർശ്വത്തിൽ നേർവരം ഭാഗത്തിരുന്നീടും ഞങ്ങൾ തൻ രക്ഷക യേശുവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. സത്യസ്വരൂപൻ പിതാവുതൻ നിത്യമഹിമാവിൻ തേജസ്സിൽ, പാവനാത്മാവുതൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവാമേശുവേ, അങ്ങു മാത്രം പരിപാവനൻ, അങ്ങു താരേകന നാഥനും, അങ്ങു മാത്രം പരമോന്നതൻ. തൃത്വൈക ദൈവ മഹത്വത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, വിസ്മയമായ ഈ കുദാശയിലൂടെ അങ്ങേ പീഡാസഹനത്തിൻ്റെ സ്മാരകം ഞങ്ങൾക്ക് നൽകിയല്ലോ. അങ്ങേ ശരീരത്തിൻ്റെയും രക്തത്തിൻ്റെയും ദിവ്യരഹസ്യങ്ങൾ വണങ്ങാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഞങ്ങളിൽ അങ്ങേ പരിത്രാണത്തിൻ്റെ ഫലം നിരന്തരം ഞങ്ങൾ അനുഭവിക്കുമാറ് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ പിതാവായ ദൈവത്തോടു കൂടെ എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. നിയമാവർത്തന പുസ്തകത്തിൽ നിന്ന്. അക്കാലത്ത് മോശ ഇസ്രായേലരോട് പറഞ്ഞു, നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ എളിമപ്പെടുത്താനും തൻ്റെ കൽപ്പനകൾ അനുസരിക്കുമോ ഇല്ലയോ എന്നറിയാൻ നിങ്ങളെ പരീക്ഷിച്ച് നിങ്ങളുടെ ഹൃദയവിചാരങ്ങൾ മനസ്സിലാക്കാനും വേണ്ടി ഈ 40 സംവത്സരം മരുഭൂമിയിലൂടെ നിങ്ങളെ നയിച്ച വഴികളെല്ലാം നിങ്ങൾ ഓർക്കണം. അവിടുന്ന് നിങ്ങളെ എളിമപ്പെടുത്തുകയും വിശപ്പറിയാൻ വിടുകയും നിങ്ങൾക്കും നിങ്ങളുടെ പിതാക്കന്മാർക്കും അപരിചിതമായിരുന്ന മന്ന കൊണ്ട് നിങ്ങളെ സംതൃപ്തരാക്കുകയും ചെയ്തത് അപ്പം കൊണ്ട് മാത്രമല്ല, കർത്താവിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് മനുഷ്യൻ ജീവിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ്. നിങ്ങൾ അഹങ്കരിക്കുകയും അടിമത്തത്തിൻ്റെ ഭവനമായ ഈജിപ്തിൽ നിന്ന് നിങ്ങളെ കൊണ്ടുവന്ന നിങ്ങളുടെ ദൈവമായ കർത്താവിനെ വിസ്മരിക്കുകയും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. ആഗ്നേയ സർപ്പങ്ങളെയും തേളുകളും നിറഞ്ഞ വിശാലവും ഭയാനകവുമായ മണലാരണ്യത്തിലൂടെ അവിടുന്നാണ് നിങ്ങളെ നയിച്ചത്. വെള്ളമില്ലാത്ത ഉണങ്ങി വരണ്ട ആ ഭൂമിയിൽ നിങ്ങൾക്ക് വേണ്ടി കരിമ്പാറയിൽ നിന്ന് അവിടുന്ന് ജലം ഒഴുക്കി. നിങ്ങളുടെ പിതാക്കന്മാർക്ക് അപരിചിതമായിരുന്ന മന്ന മരുഭൂമിയിൽ വെച്ച് നിങ്ങൾക്ക് ഭക്ഷണമായി നൽകി. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ജെറുസലേമേ കർത്താവിനെ സ്തുതിക്കുക. ജെറുസലേമേ കർത്താവിനെ സ്തുതിക്കുക. ജെറുസലേമേ കർത്താവിനെ സ്തുതിക്കുക. ജെറുസലേമേ കർത്താവിനെ സ്തുതിക്കുക. സിയോനെ നിന്റെ ദൈവത്തെ പുകഴ്ത്തുക.
നിന്റെ കവാടങ്ങളുടെ ഓടാമ്പലുകൾ അവിടുന്ന് ബലപ്പെടുത്തുന്നു. നിന്റെ കോട്ടയ്ക്കുള്ളിലെ മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കുന്നു. ജെറുസലേമേ, കർത്താവിനെ സ്തുതിക്കുക. ജെറുസലേമേ, കർത്താവിനെ സ്തുതിക്കുക. അവിടുന്ന് നിന്റെ അതിർത്തികളിൽ സമാധാനം സ്ഥാപിക്കുന്നു. അവിടുന്ന് വിശിഷ്ടമായ ഗോതമ്പ് കൊണ്ട് നിന്നെ തൃപ്തരാക്കുന്നു. അവിടുന്ന് ഭൂമിയിലേക്ക് കൽപ്പനകൾ അയക്കുന്നു. അവിടുത്തെ വചനം പാഞ്ഞു വരുന്നു. ജെറുസലേമേ, കർത്താവിനെ സ്തുതിക്കുക. ജെറുസലേമേ, കർത്താവിനെ സ്തുതിക്കുക. അവിടുന്ന് യാക്കോബിനും തൻ്റെ കൽപ്പനയും ഇസ്രായേലിന് തൻ്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും വെളിപ്പെടുത്തുന്നു. മറ്റൊരു ജനതയ്ക്ക് വേണ്ടിയും അവിടുന്ന് ഇങ്ങനെ ചെയ്തിട്ടില്ല. അവിടുത്തെ പ്രമാണങ്ങൾ അവർക്ക് അജ്ഞാതമാണ്. കർത്താവിനെ സ്തുതിക്കുവിൻ. ജെറുസലേമേ, കർത്താവിനെ സ്തുതിക്കുവിൻ. ജെറുസലേമേ, കർത്താവിനെ സ്തുതിക്കുവിൻ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊറിന്തോസ്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്നും, സഹോദരരെ, നാം ആശീർവദിക്കുന്ന അനുഗ്രഹത്തിൻ്റെ പാനപാത്രം ക്രിസ്തുവിൻ്റെ രക്തത്തിലുള്ള ഭാഗ്യഭാഗിത്വമല്ലേ? നാം മുറിക്കുന്ന അപ്പം ക്രിസ്തുവിൻ്റെ ശരീരത്തിലുള്ള ഭാഗ്യഭാഗിത്വമല്ലേ? അപ്പം ഒന്നേ ഉള്ളൂ. അതിനാൽ പലരായിരിക്കുന്ന നാം ഒരു ശരീരമാണ്. എന്തെന്നാൽ ഒരേ അപ്പത്തിൽ നാം ഭാഗഭാക്കുകളാണ്. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് അരുൾ ചെയ്യുന്നു, സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ്. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടുകൂടെ. യോഹന്നാൻ എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നും. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു ജനക്കൂട്ടത്തോട് അരുൾ ചെയ്തു, സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ്. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ്. ഇതിനെപ്പറ്റി യഹൂദർക്കിടയിൽ തർക്കമുണ്ടായി. തൻ്റെ ശരീരം നമുക്ക് ഭക്ഷണമായി തരുവാൻ ഇവന് എങ്ങനെ കഴിയും എന്ന് അവർ ചോദിച്ചു. യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രൻ്റെ ശരീരം ഭക്ഷിക്കുകയും അവൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടായിരിക്കുകയില്ല. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. എന്തെന്നാൽ എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ്, എൻ്റെ രക്തം യഥാർത്ഥ പാനീയമാണ്. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ജീവിക്കുന്നവനായ പിതാവ് എന്നെ അയച്ചു. ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നു. അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. ഇത് സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന അപ്പമാണ്. പിതാക്കന്മാർ മന്ന ഭക്ഷിച്ചു, എങ്കിലും മരിച്ചു. അതുപോലെയല്ല ഈ അപ്പം. ഇത് ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. യേശുക്രിസ്തുവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ വീടുകളിൽ പാചകം ചെയ്യപ്പെടുന്ന ഭക്ഷ്യ വസ്തുക്കൾ നമ്മൾ ഒന്നെടുത്ത് നോക്കിയാൽ അത് ചോറാവട്ടെ, വെജിറ്റബിൾ കറിയാവട്ടെ, എന്തുമാവട്ടെ, അത് വെറും ഒരു അരി വേവിച്ചതാണോ അല്ലെങ്കിൽ പച്ചക്കറി പാചകപ്പെടുത്തിയതാണോ? പച്ചക്കറിയും തേങ്ങയും മസാലകളും ഉൾപ്പെടെ അത് പാചകം ചെയ്തെടുത്തതാണോ? തീർച്ചയായിട്ടും അല്ല എന്ന് കരുതേണ്ടി വരും. കാരണം അതിന് തക്കതായിട്ടുള്ള ഒരു ഒരുക്കവും പ്രിപ്പറേഷനും ഒപ്പം തന്നെ ചേരുവ എല്ലാം അതികൃത്യമായിരിക്കുമ്പോഴാണ് അത് നമുക്ക് ആസ്വദിക്കുവാനായിട്ട് സാധിക്കുന്നത്. ഈ ചേരുവയുടെ കാര്യം പറയുകയാണെങ്കിൽ ഓരോരുത്തർക്കും അല്ലെങ്കിൽ വീട്ടാംഗങ്ങളുടെ രുചിക്ക് അനുസൃതമായിട്ട് അത് പാചകം ചെയ്യുന്ന, അത് അമ്മയായാലും
പെങ്ങളായാലും ജീവിത പങ്കാളിയായാലും ആരായാലും അവർ പാചകപ്പെടുത്തിയെടുക്കുന്നത് അത് ഭക്ഷിക്കുന്നവരുടെ താല്പര്യത്തിനൊത്തവണ്ണമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് ഇത് വെറും പച്ചക്കറികളുടെയോ അല്ലെങ്കിൽ മസാലകളുടെയോ ഉപ്പിൻ്റെയോ മിശ്രിതം മാത്രമല്ല, മറിച്ചോ അതിൽ ഒരുപാട് കരുതലുണ്ട്, അതിൽ ഒരുപാട് സ്നേഹമുണ്ട്. ഈ സ്നേഹവും കരുതലും ഒപ്പം ക്ഷമയും ഉണ്ടാവാം. ഇവയെല്ലാം കൂട്ടിച്ചേർന്നുകൊണ്ട് ഇത് പാചകം ചെയ്തെടുക്കുമ്പോൾ അത് വലിയ രുചികരമായിട്ട് മാറുകയാണ്. നമുക്ക് ആസ്വദിക്കത്തക്ക വിധത്തിൽ അത് അത്രമാത്രം രുചികരമായി മാറുന്നു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ അത് മാറിയെടുക്കുമ്പോൾ ആ പാചകം ചെയ്ത വ്യക്തി അമ്മയാവാം, സഹോദരിയാവാം, ജീവിത പങ്കാളിയാവാം, മക്കളാവാം, അവരോടുള്ള സ്നേഹവും വാത്സല്യവും ആ ഭക്ഷിക്കുന്നവർക്ക് കൂടുകയേ ഉള്ളൂ എന്നാണ്. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ച് കേട്ടത് യേശുനാഥൻ പറയുകയാണ്, നിത്യജീവന് വേണ്ടി സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന ജീവനുള്ള അപ്പം ഞാനാകുന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ തിരുശരീരത്തിൻ്റെയും തിരു രക്തത്തിൻ്റെയും തിരുനാൾ നമ്മൾ ആഘോഷിക്കുകയാണ്. അതിനാൽ നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുശരീര രക്തത്തിൻ്റെ തിരുനാളിൻ്റെ വിശുദ്ധ കുർബാന തിരുനാളിൻ്റെ എല്ലാവിധ പ്രാർത്ഥനകളും നന്മകളും നേരുകയാണ്. നമുക്കറിയാവുന്നതുപോലെ ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ലോകത്തോടുള്ള തൻ്റെ സ്നേഹവും തൻ്റെ കരുതലും കാരുണ്യവും ഒക്കെ കൂട്ടിച്ചേർന്നിരിക്കുന്ന ഒരു ഭക്ഷണമാണ്, പാനീയമാണ് വിശുദ്ധ കുർബാന. അതൊരു പക്ഷേ ആസ്വദിക്കാൻ തക്കവിധം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അതിനെ പ്രാധാന്യം കൊടുക്കുന്നില്ലെങ്കിൽ പോലും നിത്യജീവന് വേണ്ടിയിട്ടുള്ള എല്ലാ ചേരുവകളും പിതാവായ ദൈവം പുത്രൻ്റെ ഈ ബലിയിലൂടെ, പുത്രൻ്റെ തിരുശരീര രക്തങ്ങളിലൂടെ, അവൻ്റെ കരുണയിലൂടെ, അവിടുത്തെ സ്നേഹത്തിലൂടെ, കരുതലിലൂടെയൊക്കെ അത് ചേർത്ത് വച്ചിരിക്കുന്നുണ്ട് എന്നാണ്. അപ്പോൾ വിശ്വാസത്തോടെയുള്ള ആ വിശുദ്ധ കുർബാനയുടെ സ്വീകരണം, അവിടുത്തെ ശരീരവും രക്തവും ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്വർഗത്തിൽ നിന്നും ലഭിച്ച അപ്പമാണ് അവൻ്റെ ശരീരം എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ദൈവം ലോകത്തെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ് വിശുദ്ധ കുർബാന. കാരണം ഈ ലോകത്തിൽ ഒരു മക്കൾ പോലും, ഒരു മകൻ പോലും, ഒരു മകൾ പോലും നശിച്ചു പോകാതിരിക്കുവാൻ പിതാവായ ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു, തൻ്റെ പുത്രനെ ബലിയായി നൽകാൻ തക്കവിധം അത്രമാത്രം സ്നേഹിച്ചു എന്നാണ്. ഇവിടെ ഏലിയ പ്രവാചകൻ്റെ പുസ്തകത്തിലും ഏലിയ പ്രവാചകൻ്റെ ജീവിതത്തിലും നമ്മൾ കാണുന്നുണ്ട്. ദൈവം പ്രവാചക ദൗത്യം അവനെ ഏൽപ്പിക്കുകയാണ്. ഹൊറോബ് മലയിൽ ചെന്നുകൊണ്ട് പ്രവാചക ദൗത്യം ചെയ്യുവാനായിട്ട് അവൻ പോകുന്ന വഴിയെ അവിടെ അവിടുത്തെ രാജാവ്, ഹൊറോബ് മലയിൽ ചെന്നാൽ പ്രവാചക ദൗത്യം ചെയ്യുവാനായിട്ട് നീ പോവുകയാണെങ്കിൽ നിന്റെ ജീവിതം എങ്ങനെയായി മാറുമെന്ന് പറയുകയാണ്. അതായത് എപ്രകാരമാണോ നിന്റെ പൂർവകരായിട്ടുള്ള പ്രവാചകന്മാർ വാളിനിരയായത്, നാളെ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് തന്നെ നീയും അവരിൽ ഒരുവനെ പോലെ മരണമടയേണ്ടി വരും. മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് അവൻ ഒരു ഭീരുവിനെ പോലെ അവിടുന്ന് ഒളിച്ചോടുകയാണ്. അപ്പോഴാണ് പിതാവായ ദൈവം അവന് അപ്പം ഒരുക്കി കൊടുക്കുകയാണ്. അപ്പം ഒരുക്കി കൊടുത്ത് ദൂതനിലോട് പറയുകയാണ്, നീ എഴുന്നേറ്റ് ഭക്ഷിക്ക്, പാനം ചെയ്യ് എന്ന് പറയുകയാണ്. അവൻ ഭക്ഷിച്ചു, പാനം ചെയ്തു. ചുടുകല്ലിൽ ചുട്ടെടുത്ത അപ്പമാണ്. അവൻ വീണ്ടും കിടന്നുറങ്ങുകയാണ്. വീണ്ടും ദൈവത്തിൻ്റെ ദൂതൻ അവനെ തട്ടി ഉണർത്തിക്കൊണ്ട് പറയുകയാണ്, നിന്റെ മുന്നോട്ടുള്ള ജീവിത യാത്ര ദുഷ്കരമാകാതിരിക്കുവാനായി നിന്റെ മുമ്പിലുള്ള ഈ അപ്പം എടുത്ത് ഭക്ഷിക്കാൻ. അവനത് എടുത്ത് വീണ്ടും എഴുന്നേറ്റ് നോക്കുമ്പോൾ കണ്ടത് ചുടുകണലിൽ ചുട്ടെടുത്ത അപ്പവും വെള്ളം തന്നെയാണ്. അവനത് കഴിച്ചതിന് ശേഷം അവൻ ആരെയാണോ ഒരു ഭീരുവിനെ പോലെ ആയിക്കൊണ്ട്, ആരെയാണോ അവൻ തൻ്റെ ശത്രുവായിട്ടല്ല തൻ്റെ ജീവൻ എടുക്കുവാനായിട്ട് വരുന്നത്, ഭീഷണി മുതിർന്നത്,
അവരുടെ മുമ്പിലൂടെ ചെന്നുകൊണ്ട് കർത്താവിൻ്റെ പദ്ധതി പ്രകാരം 40 ദിനരാത്രങ്ങൾ ദൈവത്തിൻ്റെ പ്രവാചകനായിട്ട് പ്രവർത്തിച്ചു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൽ നമ്മളെ തകർത്ത് കളയുവാനായിട്ട് പല പ്രലോഭകർ ഒക്കെ ഉണ്ടെങ്കിൽ പോലും അതിനെയൊക്കെ അതിജീവിക്കുവാനായിട്ടുള്ള പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രൻ്റെ കാരുണ്യവും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും നൽകപ്പെടുന്ന അപ്പമായിട്ടാണ് അവിടുന്ന് നമുക്ക് വിശുദ്ധ കുർബാനയായിട്ട് അവിടുത്തെ ശരീരവും തിരു രക്തവും നൽകുന്നത്. അത് നമ്മുടെ ജീവിത യാത്രയെ തളർത്ത് കളയാതെ ആ കുർബാനയോടുള്ള വിശ്വാസത്തിൽ ജീവിക്കുമ്പോൾ പട്ടിണിയോ സഹനമോ നഗ്നതയോ ഒന്നും വിഷയമില്ലാതെ വരും. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ, എനിക്ക് ക്രിസ്തുവിനോടുള്ള സ്നേഹം അത് ഒന്നിനും തകർത്ത് കളയാനായിട്ട് സാധിക്കുകയില്ല എന്നർത്ഥത്തിൽ എല്ലാ ചേരുവകളിലൂടെയും നൽകപ്പെട്ടതാണ്. ആയതിനാൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും ഈ വിശുദ്ധ ബലിയിലായിരിക്കുമ്പോഴും ആ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ കാരുണ്യവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ഈ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പമായ അവിടുത്തെ തിരുശരീര രക്തങ്ങൾ സ്വീകരിക്കുമ്പോൾ അനുഭവിച്ചറിയുവാനായിട്ട് ആഗ്രഹിക്കാം. അതിനു വേണ്ടിയിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് നമ്മുടെ വിശ്വാസം പ്രകടമാക്കിക്കൊണ്ട് ഏറ്റുപാടാം. ഏകനാം ദൈവത്തിൽ വിശ്വസിക്കുന്നേ, ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ദൃശ്യാദൃശ്യങ്ങളാം എല്ലാറ്റിൻ്റെയും സൃഷ്ടാവും സർവൈക ശക്തനുമായ ദൈവപിതാവിൽ ഞാൻ വിശ്വസിക്കുന്നേ. എല്ലാ യുഗങ്ങൾക്കും മുൻപു പിതാവിൽ നിന്നു ജനിച്ചോരു ദൈവസൂതനും ഏകനാം ജാതനും നാഥനുമായ ക്രിസ്തുവാമീശോയിൽ വിശ്വസിക്കുന്നേ. ദൈവത്തിൽ നിന്നുള്ള ദൈവമാണെന്നും ദീപ്തിയിൽ നിന്നുള്ള ദീപ്തിയാണെന്നും സത്യദൈവം തന്നിൽ നിന്നുള്ള സാക്ഷാൽ ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നേ. ജാതനാണെങ്കിലും സൃഷ്ടനല്ലെന്നും സത്തയിൽ താതനോ ഏകനാണെന്നും സർവവും താൻ വഴി സൃഷ്ടമായെന്നും സന്തതം ഞാനേവം വിശ്വസിക്കുന്നേ. നമ്മൾക്കും നമ്മൾ തൻ രക്ഷയ്ക്കും വേണ്ടി സ്വർഗത്തിൽ നിന്നും ഇറങ്ങി പാരിൽ കന്യാമറിയത്തിൽ നിന്നു റൂഹായാൽ ധന്യശരീരം എടുത്തു നരനായി പന്തിയോസ് പീലാത്തോസ് വാണിടും നാളിൽ നമ്മൾക്കായി ഘോരമാം പീഡകളേറ്റു ക്രൂശിൽ മരിച്ചു സംസ്കാരവുമാർന്നു. വിശ്വസിക്കുന്നേ ഈ സത്യങ്ങളെല്ലാം. മുന്നം ലിഖിതങ്ങൾ ചൊന്നതുപോലെ മൂന്നാം ദിവസം ഉയിർത്തെഴുന്നേറ്റു സ്വർഗത്തിലേറി ഇരുന്നരുളുന്നു തൻ പിതാവിൻ വലം പാർശ്വത്തിലായി. ജീവിപ്പോരെയും മരിച്ചവരെയും
ന്യായം വിധിപ്പാൻ പ്രതാപങ്ങളോടെ വീണ്ടും വരും അന്തമില്ലാത്തതാണ് തൻ വാഴ്ച എന്നതും വിശ്വസിക്കുന്നേ. താതനിൽ നിന്നും തനയനിൽ നിന്നും ചെമ്മേ പുറപ്പെടും പാവനാത്മാവിൽ താതനും ജാതനും ഒന്നിച്ചു നിത്യം സുസ്ഥ്യനും പൂജ്യനും ആകും റൂഹായിൽ. വേദപ്രവാചകൻ മാർവഴിയെല്ലാം നമ്മോടരുൾ ചെയ്ത ജീവദാതാവും കർത്താവുമായുള്ള പാവനാത്മാവിൽ ഏറ്റം ഉറപ്പായി വിശ്വസിക്കുന്നേ. വിശ്വസിക്കുന്നു ഞാൻ ഏകവിശുദ്ധ കാത്തോലിക്ക അപ്പോസ്തോലിക സഭയിൽ പാപവിമോചനം ഏകുന്നോരേക ജ്ഞാനസ്നാനം ഭക്ത്യാ പ്രഖ്യാപിക്കുന്നേ. മൃത്യു വരിച്ചവർ ഉള്ളോരുയിർപ്പും നിത്യപരലോക ജീവിതവും ഞാൻ വിശ്വസിച്ചേറ്റം ഉറപ്പായിഹത്തിൽ പ്രത്യാശയോടിത കാത്തിരിക്കുന്നേ. പ്രിയ സഹോദരരെ, ഒന്നായി സമ്മേളിച്ചിരിക്കുന്ന നമുക്ക് നമ്മുടെ ദൈവത്തിൽ നിന്ന് ലഭിച്ച അനുഗ്രഹങ്ങളെ പ്രതി അവിടത്തേക്ക് നന്ദി പ്രകാശിപ്പിക്കാം. ഒപ്പം തന്നെ നമ്മുടെ പ്രാർത്ഥനകളും നിയോഗങ്ങളും അവിടുത്തെ സമക്ഷം നമുക്ക് സമർപ്പിക്കാം. ശ്രവിക്കാൻ അർഹതയുള്ള പ്രാർത്ഥനകൾ അവിടുന്ന് നമ്മിൽ പ്രചോദിപ്പിക്കുമാറാകട്ടെ. പിതാവായ ദൈവമേ, കരുണയും സ്നേഹവും നിറഞ്ഞ തിരുഹൃദയത്തിൻ്റെ പ്രകാശത്തിൽ സഭ വളരുവാനും സുവിശേഷ സാക്ഷ്യം ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും എത്തിക്കുവാനും മാർപ്പാപ്പായും മെത്രാന്മാരും വൈദികരും സമർപ്പിതരും വിശ്വാസത്തിലും വിശുദ്ധിയിലും ശക്തരാകുവാനും ഇന്ന് ദിവ്യബലി അർപ്പിക്കുന്ന IMS ധ്യാനഭവൻ റിട്രീറ്റ് സെൻറ്റർ ഡയറക്ടർ ഫാദർ ജോഷി അച്ഛനെയും തിരുഹൃദയത്തോട് ചേർത്ത് വച്ച് വേണ്ട അനുഗ്രഹം നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ ദൈവമേ, പ്രാർത്ഥന കേൾക്കണമേ. യുദ്ധങ്ങളും ഭീകരതയും വിദ്വേഷവും മനുഷ്യഹൃദയങ്ങളിൽ നിന്ന് അകന്നു പോകുവാനും രാഷ്ട്രങ്ങൾ പരസ്പരം സഹോദരഭാവത്തോടെ ജീവിക്കുവാനും സമാധാനത്തിൻ്റെ രാജാവായ ക്രിസ്തുവിൻ്റെ സ്നേഹം ലോകമെങ്ങും വ്യാപിപ്പിക്കുവാനും ഉള്ള കൃപ നൽകി അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ ദൈവമേ, പ്രാർത്ഥന കേൾക്കണമേ. പലവിധ പ്രതിസന്ധികൾ നേരിടുന്ന കുടുംബങ്ങൾ സ്നേഹത്തിലും ക്ഷമയിലും പരസ്പര ബഹുമാനത്തിലും വളരുവാനും മാതാപിതാക്കൾ മക്കൾക്ക് വിശ്വാസത്തിൻ്റെ മാതൃകയാകുവാനും കുടുംബങ്ങൾ ചെറിയ ദേവാലയങ്ങളായി മാറുവാനും ഉള്ള അനുഗ്രഹം നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ ദൈവമേ, പ്രാർത്ഥന കേൾക്കണമേ. ശാരീരികവും മാനസികവും ആത്മീയവുമായ രോഗങ്ങളാൽ വലയുന്ന എല്ലാവർക്കും രോഗശാന്തിയും ആശ്വാസവും നൽകുവാനും ഏകാന്തതയും നിരാശയും അനുഭവിക്കുന്നവർക്ക് പ്രത്യാശയുടെ പ്രകാശം നൽകി അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ ദൈവമേ,
പ്രാർത്ഥന കേൾക്കണമേ. നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോയ മാതാപിതാക്കൾ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ എന്നിവരുടെ ആത്മാക്കൾക്ക് നിത്യശാന്തിയും സ്വർഗാനന്ദവും നൽകി അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ ദൈവമേ, പ്രാർത്ഥന കേൾക്കണമേ. ഒരു നിമിഷം മൗനമായി നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനകളും നിയോഗങ്ങളും നമുക്ക് ഈ വിശുദ്ധ കുർബാനയുടെ ബലിപീഠത്തിലേക്ക് നമുക്ക് സമർപ്പിക്കാം. കർത്താവേ, യാചിക്കുന്ന സഭയുടെ പ്രാർത്ഥനകൾ അങ്ങേ സന്നിധിയിൽ പ്രീതികരമായി ഭവിക്കട്ടെ. അങ്ങനെ ഞങ്ങളുടെ യോഗ്യതകളാൽ യാചിക്കാൻ ധൈര്യപ്പെടാത്തവ അങ്ങേ കാരുണ്യത്താൽ ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. ഞാനും എനിക്കുള്ളതെല്ലാം നിന്റെ ദാനങ്ങളല്ലു മഹേശ. ദേഹി ദേഹങ്ങളിൽ ജീവനും നിന്റെ സ്നേഹ സമ്മാനങ്ങളല്ലോ. ഞാനും എനിക്കുള്ളതെല്ലാം നിന്റെ ദാനങ്ങളല്ലോ മഹേശ. ദേഹി ദേഹങ്ങളിൽ ജീവനും നിന്റെ സ്നേഹ സമ്മാനങ്ങളല്ലോ. അപ്പവും വീഞ്ഞുമുയർത്തി എന്നെ അർപ്പണം ചെയ്യുന്നു ദേവാ. ദിവ്യഹിതം നിറവേറ്റി ഭൂവിൽ അങ്ങേ മഹത്വം വളർത്താൻ. സഹോദരേ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, ഞങ്ങൾ അർപ്പിച്ച കാഴ്ചദ്രവ്യങ്ങൾ വഴി കൗദാശികമായി സൂചിക്കപ്പെടുന്ന ഐക്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദാനങ്ങൾ അങ്ങ് കാരുണ്യപൂർവ്വം അങ്ങേ സഭയ്ക്ക് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. നിത്യപുരോഹിതനായ അവിടുന്ന് സനാതന ബലിയുടെ മാതൃക സ്ഥാപിച്ചുകൊണ്ട് രക്ഷാകര ബലിയായി അർപ്പിക്കുകയും അവിടുത്തെ ഓർമ്മയ്ക്കായി അർപ്പിക്കുവാൻ ഞങ്ങളോട് കൽപ്പിക്കുകയും ചെയ്തു. ഞങ്ങൾക്കായി അർപ്പിക്കപ്പെട്ട അവിടുത്തെ ശരീരം ഭക്ഷിക്കുമ്പോൾ ഞങ്ങൾ ശക്തി പ്രാപിക്കുകയും ഞങ്ങൾക്കായി ചീന്തപ്പെട്ട രക്തം പാനം ചെയ്യുമ്പോൾ ഞങ്ങൾ ശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യുന്നു. ആകയാൽ മാലാകമാരോടും പ്രധാന മാലാകമാരോടും ഭദ്രാസനന്മാരോടും അതിശയന്മാരോടും സ്വർഗീയ സൈന്യങ്ങളുടെ എല്ലാ വൃന്ദങ്ങളോടുമൊത്ത് അവിരാമം പ്രകീർത്തിച്ചുകൊണ്ട് അങ്ങേ മഹത്വത്തിൻ്റെ ഗീതം ഞങ്ങൾ ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ
പരിശുദ്ധൻ. സൈന്യങ്ങൾ തൻ കർത്താവ ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഓസാന ഓസാന അത്യുന്നതങ്ങളിൽ ഓസാന. ഓസാന ഓസാന അത്യുന്നതങ്ങളിൽ ഓസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഓസാന ഓസാന അത്യുന്നതങ്ങളിൽ ഓസാന. ഓസാന ഓസാന അത്യുന്നതങ്ങളിൽ ഓസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് മനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യവേ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണോയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ലിയോ പാപ്പായോടും ഞങ്ങളുടെ രൂപത അധ്യക്ഷനായ ജെയിംസ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങേ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടുകൂടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരണത്താൽ മരണമടഞ്ഞ സകലരെയും അങ്ങോർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളിൽ എല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട ഔസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത്
നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവത്കൃതരായും നിർഭയം നമുക്ക് ഏറ്റുപാടാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ താത, നിൻ നാമം പൂജിതമായിടണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോൽ നിന്നുള്ളം പാരിലുമായിടണം. അന്നു വേണ്ടുന്നു ആഹാരമിന്നും ഞങ്ങൾക്കു നൽകുമാറായിടണം. അന്യർ തൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്ക. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടണം. കർത്താവ്, എല്ലാ തിന്മകളും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്നും സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങ് അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളിലല്ല പിന്നെ അങ്ങേ സഭയുടെ വിശ്വാസം തീർക്കാൻ പാർത്ത് അങ്ങേ തിരുവള്ളം അനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണം.
ഓ എന്റെ ഈശോയെ, ഓ എന്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായി എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ അങ്ങയെ സ്നേഹിക്കുകയും എന്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ അങ്ങന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്ന് അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. കർത്താവ് അരുൾ ചെയ്യുന്നു, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇഹലോകത്തിൽ അങ്ങേ അമൂല്യമായ ശരീരത്തിൻ്റെയും രക്തത്തിൻ്റെയും സ്വീകരണം സൂചിപ്പിക്കുന്ന അങ്ങേ ദൈവിക പ്രകൃതിയുടെ നിത്യാനന്ദത്താൽ ഞങ്ങളെ നിറയ്ക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവ് നിങ്ങളോടുകൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പോകുവിൻ, ദിവ്യ പൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. കനിവിൻ്റെ നിറവാർന്നൊരമ്മേ, നിനക്കേകുന്നു സ്നേഹപ്രണാമം. കാരുണ്യക്കടലാകും അമ്മേ, നിനക്കായിരം സ്തോത്രഗീതം. കാരുണ്യക്കടലാകും അമ്മേ, നിനക്കായിരം സ്തോത്രഗീതം. കനിവിൻ്റെ നിറവാർന്നൊരമ്മേ, നിനക്കേകുന്നു സ്നേഹപ്രണാമം. കാരുണ്യക്കടലാകും അമ്മേ, നിനക്കായിരം സ്തോത്രഗീതം. നിനക്കായിരം സ്തോത്രഗീതം.